അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ശേഷം ചെയ്യിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്യിച്ച കാലത്ത് നമ്മൾക്കതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കൂട്ടായ്മയായ പ്രയറുകളും പ്രാർത്ഥനകളും പൂർവ്വ കണ്ടെത്തിയ യജ്ഞസംസ്കാരങ്ങളല്ലാതെ യജ്ഞസംസ്കാരങ്ങളിൽ ധർമ്മത്തെ സംയോജിപ്പിക്കുകയല്ലാതെ ഈ ലോകത്തിൽ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോലുള്ളവർ ധാരാളം ആൾക്കാർ നാട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അറിയാൻ എനിക്ക്, ധാരാളം ത്യാഗസമ്പൂർണ്ണമായി ജീവിക്കുന്നവരും അറിയാം. എങ്കിലും ഇങ്ങനെ സാമൂഹ്യ നീതികളില്ല. ബ്രഹ്മചര്യകാലം ക്ഷയിച്ചാൽ ഭാരത നാട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ആത്മീയ ഊർജത്തിൻ്റെ വിളനിലമാകണം. ഈ ഊർജമാണ് ലോകത്തിൻ്റെയേ അമ്മ. അപ്പോൾ ഈ ഊർജം ഇപ്പോൾ മറഞ്ഞു. ഏതോ ഒരു അന്ധകാലത്തിൽ മനുഷ്യ സമുദായത്തിന് ധാർമ്മിക മൂല്യങ്ങൾ മറഞ്ഞു. അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സംസ്കാരങ്ങളെല്ലാം ഒരു മാർഗമില്ല. ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ആ വൈദിക രക്ഷകൾ കണ്ടെത്തിയതിന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മുടെ ഈ നാട്ടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയെടുക്കുക. എല്ലാം ബന്ധനമായി കിടക്കുകയാണ്. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും ഒക്കെ സ്വതന്ത്രമായി ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തെഴുന്നേറ്റ് ജീവിതചര്യകളെ പഠിപ്പിക്കുക, അതിനെ വളർത്തുക, വികസിപ്പിക്കുക, അതിന് യജ്ഞസംസ്കാരങ്ങളുടെ കൂട്ടായ്മയെ പ്രയോഗം നടത്തുക, അതിന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒരൊറ്റ സംസ്കാരങ്ങളാണ് ഈ ആശ്രമത്തിനുള്ള പ്രവർത്തനത്തിൻ്റെ കരുത്ത്. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ കൂടുതൽ ഈ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിനെ എല്ലാവരും ഓർമ്മിപ്പിക്കുക. കാരണം മനുഷ്യൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ അതിനുള്ള ഊർജ്ജ സംഭരണം പകരാൻ വേണ്ടിയാണ് ഇവിടെ യജ്ഞം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആത്മീയ ഊർജ്ജത്തിൻ്റെ വെളിച്ചം കാലക്രമത്തിൽ ജനതയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ള ആ പൂർണ്ണ വിശ്വാസമാണ് ഇവിടുത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം. അതിൽ ഈ നമ്മുടെ സനാതന സംസ്കാരങ്ങളെ പഠിപ്പിക്കുക. ഒരു കുടുംബസ്ഥൻ, ഒരു ബ്രഹ്മചാരി, ഒരു സമൂഹം, ഒരു നാട് എങ്ങനെ ജീവിക്കണം, എന്താണ് അവൻ്റെ ധർമ്മം, ഏത് ധർമ്മത്തിനെ ആശ്രയിച്ചാണോ ഈ ശ്രേയസ് വരിക, ആ ധർമ്മത്തിനെ വികസിപ്പിക്കാനുള്ള ജീവിതനിഷ്ഠകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ ജീവിതനിഷ്ഠകൾ പോയതുകൊണ്ട് ക്ഷേത്രധർമ്മം മറന്നു. ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള സംസ്കാരം ഇല്ല, കുടുംബത്തിലില്ല. ഗ്രഹാന്തരീക്ഷം മുഴുവനും മദ്യവും മാംസത്തിൻ്റെ വേദികളായി. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മദ്യവും മാംസത്തിൻ്റെ വിൽപ്പന ചരക്കുള്ള കേന്ദ്രം. അതിന് വേദി ഇപ്പം എന്താണ്? അതുകൊണ്ട് നമ്മുടെ സമുദായമൊക്കെ ദുഷിച്ചു, ജീർണിച്ചു, രോഗങ്ങൾ പടർന്നു പിടിച്ചു. സുന്ദരമായ കേരളത്തിനെ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തിരക്ക് പിടിച്ച മൂന്നാമത്തെ സ്ഥലമായിട്ട് മെഡിക്കൽ ഷോപ്പുകളുമായി. അങ്ങനെ വളരെ വളരെ ജീർണാവസ്ഥയിൽ പോയാൽ ഇനി മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തറിയാം? മദ്യപിച്ച് മാംസവും കഴിച്ച് മദ്യപിച്ച് വരുന്നവരുടെ ബീജങ്ങൾ കൊണ്ട് സന്താനം വന്നാൽ അവരൊക്കെ വഴിപഴിക്കും. ശ്രേഷ്ഠമായ സന്താനങ്ങൾ ഉടലെടുക്കില്ല. ഇനി സൃഷ്ടിക്കപ്പെട്ടവൻ തന്നെ നമ്മളെ രക്ഷിക്കണം. അതൊരൊറ്റ ലക്ഷ്യമാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഒന്നുമില്ല, അത് ഉയർന്നു വരണം. ഞങ്ങളുടെ പ്രാർത്ഥനയും യജ്ഞങ്ങളും പ്രാർത്ഥനയും ജപവും ധ്യാനവും എല്ലാം ഇത് തന്നെ. അടുത്തോടെ ബന്ധപ്പെട്ടവരുടെ ഗൃഹാന്തരീക്ഷത്തിലും ഇത് തന്നെ. നമ്മുടെ സമൂഹത്തിൽ ഈ ഭാരതനാട്ടിലുള്ള ധർമ്മം വീണ്ടെടുക്കുക, ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. ആ കൂട്ടായ്മ, അതായത് ഐകമത്യ സൂക്തം അതാണല്ലോ പറഞ്ഞത്. നമ്മുടെ കൂട്ടായ്മയായിട്ടുള്ള ഏകമായ മനസ്സോടുള്ള സംഘപരമായ ശക്തിയോടുകൂടി ശുഭപ്രതീക്ഷയും ശുഭപ്രാർത്ഥനകളും ശുഭസങ്കല്പങ്ങളും ഉണ്ടെങ്കിൽ ഇന്നില്ലെങ്കിലും നാളെയാണെങ്കിലും ഇത് സത്യമാകും. ആ കൂട്ടായ്മ ശക്തി വരുമ്പോൾ ഈ ശക്തിയുടെ വൈബ്രേഷൻ ഇതിനെ കീഴടക്കുന്നവരൊക്കെ ഇതിന് അപ്രത്യക്ഷമാകും. ഇന്നേ കാലത്ത് അതേ മാർഗവും. ആ സംസ്കാരങ്ങളെ വീണ്ടെടുക്കാൻ യജ്ഞസംസ്കാരങ്ങളിലൂടെ ഉയർത്തുക, ഇതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ജനിച്ച നാടിങ്ങനെ ആയല്ലോ, ഇത്രയും വലിയ പാരമ്പര്യവും പൈതൃകവും ലോകത്തിന് വെളിച്ചം വീശേണ്ട ഈ നാടാണോ ഇങ്ങനെ, അതിന് എന്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ വൈദിക ഋഷികൾ കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ. ഇവിടെ അതല്ല. എല്ലാ ആചാര്യന്മാരും അവരവരുടേതായ കൽപ്പനകൾ പ്രചരിപ്പിക്കുകയാണ്. അതൊക്കെ തെറ്റുപറ്റി നമ്മുടെ നാട്ടിൽ. വേദരക്ഷികൾ കണ്ടെത്തിയതിനെ എല്ലാ ആചാര്യന്മാരെയും സമൂഹ ജനങ്ങളും ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കാത്ത കാലം വരെയും ഭാരതം രക്ഷപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നി ഞാനൊന്നുണ്ടാക്കി, വേറൊരാൾക്ക് തോന്നി വേറൊന്നുണ്ടാക്കി. ഒരിക്കലും ഭാരതീയർക്കുള്ളതേ അല്ല അത്. നമ്മുടെ ഈ നാട്ടിൻ്റെ പൈതൃകം വീണ്ടെടുക്കുന്ന വൈദിക ധർമ്മങ്ങൾ, മറ്റുള്ളതെല്ലാം അവരവർക്ക് വളർച്ചയ്ക്കുള്ളതാണ്. പൂജ, ജപം, പ്രാർത്ഥനകൾ, തന്ത്രം, മന്ത്രം, യോഗം, ഇത് അവരവരുടെ വളർച്ചയ്ക്കാണ്. നമ്മുടെ വിശ്വത്തിൻ്റെയും നാട്ടിൻ്റെയും കൂട്ടായ്മ വൈദിക ഋഷികൾ കണ്ടെത്തിയ മാർഗമേ ഉള്ളൂ. അതിലൂടെ ലോകരാഷ്ട്രത്തിൽ ശ്രേഷ്ഠമായ പ്രജകളെ പരിപാലിക്കുന്ന രക്ഷകന്മാരുണ്ടാകും. അവരിനെ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വിശ്വത്തിന് ശാന്തി ഉണ്ടാകും. അതല്ലാതെ ഈ ലോകത്തിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ഥലത്ത് നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് ഊർജം പകരട്ടെ എന്നുള്ള ലക്ഷ്യം കൂടി ഇതിലുണ്ട്.
ഈ നാട്ടിന് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഈ സാന്നിധ്യത്തിലുള്ള ഊർജം അവരെ പ്രവർത്തന ബോധ്യപ്പെടുത്തി ഊർജ്ജലത കൊടുത്ത് അവരിലൂടെയും ആ പ്രവർത്തനങ്ങൾ വരും എന്നുള്ള ധാരണയിലും കൂടിയാണ് ഈ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ പൊതുവേദികളിൽ ഞാൻ ബന്ധപ്പെടാറില്ല, താല്പര്യപ്പെടാറില്ല. എന്നറിയാം, നമുക്ക് നമ്മുടെ നാട് രക്ഷപ്പെടണം, നമ്മുടെ ധർമ്മം ഉയർത്തെഴുന്നേൽക്കണം. മറ്റുള്ളവരൊക്കെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ഊർജ്ജം അവിടെ നിന്ന് കിട്ടും. അത് ഈ സംസ്കാരങ്ങളുടെയും തപോധനന്മാരുടെ സങ്കല്പങ്ങൾ കൊണ്ടേ കിട്ടും. അതിവിടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിന് എല്ലാ മംഗളങ്ങളും ഇവിടുത്തെ ഇച്ഛയും ശുഭസങ്കല്പങ്ങളും ഉണ്ടാകും, സംശയമേ വേണ്ട. അങ്ങനെ ആവട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് മതി. പാദ നമസ്കാരം ഒന്നും ചെയ്യില്ല, അങ്ങനെ ആവട്ടെ. ഞാൻ വന്നപ്പോൾ ഒരു ചെറിയൊരു സംശയം പറഞ്ഞതാണ്.